നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. അമിതമായ രോമ വളർച്ച കുറയ്ക്കുവാനുള്ള വേറൊരു ഹോം റെമഡിയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു മാസം മുമ്പ് 1-2 ഹോം റെമഡീസ് ഞാൻ ഇതിനു വേണ്ടി പറഞ്ഞു തന്നിരുന്നു. ആ ഹോം റെമഡിക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ലഭ്യമാകുന്നില്ല എന്ന് പലരും എനിക്ക് മെസ്സേജ് ചെയ്തു പറഞ്ഞു. അതാണ് ഏറ്റവും നല്ല റെമഡീസ്. അതാണ് ഞാൻ ആദ്യം അത് പറഞ്ഞത്. അപ്പോൾ അതൊന്നും പലർക്കും ലഭിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ റെമഡി പറഞ്ഞു തരാം. ഈ റെമഡിയും നല്ല ഫലപ്രദം തന്നെയാണ്, എന്നാൽ കുറച്ച് സമയം കൂടുതൽ എടുത്തേക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഹോം റെമഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവയൊക്കെയാണ്: വെളുത്ത മുള്ളങ്കി, പുളിച്ച മോര്, ആപ്പിൾ സൈഡർ വിനീഗർ, മുൾത്താണി മിട്ടി. ഈ ഹോം റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വെബ് ക്യാമിൻ്റെ മുന്നിൽ ഇരുന്നാണ് ഇതെല്ലാം പറയുന്നത്. എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറയൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ഉപയോഗിക്കാനും എനിക്ക് അറിയില്ല. അപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ക്യാമറയെല്ലാം വാങ്ങി ഞാൻ നന്നായി ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ ആ രീതിയിൽ നമ്മളിത് ഓരോന്നും ഉണ്ടാക്കുന്നതും അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇടാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതെല്ലാം പറഞ്ഞു തരാം. നിങ്ങളതൊന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ആദ്യം മുള്ളങ്കി നന്നായി കഴുകുക. ഈ മുള്ളങ്കിയുടെ തോല് കളയാൻ പാടില്ല. അതിനുശേഷം കഷ്ണം കഷ്ണമായി മുറിച്ച് ഈ തോലടക്കം മിക്സിയിലിട്ട് നന്നായി ചതച്ചരച്ച് നീരാക്കുക. വേണമെങ്കിൽ ആ നീരൊന്ന് അരിപ്പ കൊണ്ട് അരിച്ച ശേഷം ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. രണ്ടാമതായി നമ്മൾ മോരുണ്ടാക്കി എടുക്കണം. ഈ മോര് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തൈരോ മോരോ പോരാ. നമ്മൾ പാല് വാങ്ങി അത് ഒഴിച്ച് അത് മോരാക്കണം. എന്നിട്ട് അത് നന്നായി പുളിപ്പിക്കുകയും വേണം. റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന മോര് പോരാ. ഇത് രണ്ടും തയ്യാറായി കഴിഞ്ഞാൽ ആവശ്യാനുസരണം ഈ 2 ജ്യൂസും ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ എടുക്കാം. നമുക്ക് എത്രത്തോളം രോമ വളർച്ചയുണ്ട്, അവിടെയൊക്കെ പുരട്ടുവാനായി എത്രത്തോളം വേണം എന്നതനുസരിച്ച് ഇത് രണ്ടും മിക്സ് ചെയ്ത് എടുക്കണം. സമാസമം വേണം മിക്സ് ചെയ്ത് എടുക്കാൻ. ഉദാഹരണം, 1 ടീസ്പൂൺ മുള്ളങ്ങി നീരിനോടൊപ്പം 1 ടീസ്പൂൺ മോര് ചേർക്കുക. 3 ടീസ്പൂൺ മുള്ളങ്ങി നീരാണ് എടുക്കുന്നതെങ്കിൽ 3 ടീസ്പൂൺ മോരെടുക്കുക. ഇനി ഇതിലേക്ക് മൂന്നാമത്തെ ചേരുവയായ ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമുക്ക് ചേർക്കണം. അതെങ്ങനെയാണ് ചേർക്കേണ്ടത്? 1 ടീസ്പൂൺ മുള്ളങ്കി നീരും 1 ടീസ്പൂൺ മോരിനും 3 തുള്ളി ആപ്പിൾ സൈഡർ വിനീഗർ എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 2 ടീസ്പൂൺ മുള്ളങ്കി നീരും 2 ടീസ്പൂൺ മോരുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 6 തുള്ളി ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഇനി നാലാമത്തെ ചേരുവയായ മുൾത്താണി മിട്ടി ചേർക്കാം. ഈ മുള്ളങ്കി ജ്യൂസ്, മോര്, ആപ്പിൾ സൈഡർ വിനീഗർ ഇതെല്ലാം കൂടി കലർന്ന ആ നീരിലേക്ക് ആവശ്യാനുസരണം മുൾത്താണി മിട്ടി ചേർക്കുക. അത് നന്നായി കുഴച്ച് ഏകദേശം നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടില്ലേ, ആ പാക്കിൻ്റെ ഒരു പരുവത്തിലായി തീരണം. ഇപ്പോൾ ഈ ഹോം റെമഡി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വെറുതെ പുരട്ടിയാൽ മതിയോ? പോരാ. ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം ഇത് നന്നായി കട്ടിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പുരട്ടുക. അതിനുശേഷം സ്ക്രബ് പോലെ നന്നായി ഇങ്ങനെ ഉരച്ചു കൊടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായി ഉരച്ചു കൊടുക്കണം. പിന്നീട് ഏകദേശം ഒരു 10 മിനിറ്റോളം കാക്കണം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് വലിഞ്ഞു വരുമല്ലേ. അങ്ങനെ ഉണങ്ങി തുടങ്ങുമ്പോൾ വീണ്ടും കുറച്ചുകൂടി പേസ്റ്റ് എടുത്ത് വീണ്ടും അതിൻ്റെ പുറത്തുകൂടി തേച്ച് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായി ഉരയ്ക്കണം. വീണ്ടും ഒരു 7-8 മിനിറ്റ് കാക്കണം. വീണ്ടും അതൊന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെയും കുറച്ചുകൂടി പേസ്റ്റ് തേക്കണം. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ തേച്ച് ഒരു 6 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തേച്ച് ഉരച്ച് പിന്നെയും അത് ഉണങ്ങുമ്പോൾ വീണ്ടും തേച്ച് ഉരച്ച് അങ്ങനെ ആവർത്തിക്കണം. ഇതിനെ തോര പുരട്ടുക എന്നാണ് നാട്ടുവൈദ്യന്മാർ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ 1 മണിക്കൂർ ചെയ്ത ശേഷം അവസാനം നമ്മൾ ഈ തേക്കില്ലേ, കുറച്ച് നല്ല കട്ടിയായിട്ട് പാക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴുകി കളഞ്ഞ ശേഷം നമുക്ക് നീറ്റൽ വല്ലതും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് കസ്തൂരി മഞ്ഞൾ കുറച്ച് പാലിൽ ചാലിച്ച് അതൊന്ന് പുരട്ടി കൊടുക്കാം. പുരട്ടി ഒരു 1/2 മണിക്കൂറിന് ശേഷം അത് കഴുകി കളയാം. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ചർമ്മമാണെങ്കിൽ ചിലപ്പോൾ നീറ്റൽ അനുഭവപ്പെടാം. ഇങ്ങനെ നിത്യവും ചെയ്യണം. വല്ലപ്പോഴും ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണമൊന്നും കിട്ടുകയേയില്ല. ഒരു 2 ആഴ്ച അടുപ്പിച്ചിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ഇങ്ങനെ ഈ ഉരയ്ക്കുന്ന സമയത്ത് ഈ രോമവും കൂടെ ഇങ്ങ് പോരും. അതിനുശേഷം ഈ രോമ വളർച്ച കുറച്ച് പതുക്കെ ഉണ്ടാകുകയുള്ളൂ. ഇനി വന്നാൽ തന്നെയും അത് കുറച്ചുകൂടി ലൈറ്റർ നിറത്തിലായിരിക്കും. അതുപോലെ കട്ടിയും കുറച്ച് കുറവായിരിക്കും. ഇത് ആവശ്യാനുസരണം 3-4 മാസങ്ങൾ തുടർന്ന് കൊണ്ടുപോകേണ്ടി വരാം. ഈ റെമഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഈ മുള്ളങ്കി ജ്യൂസും മോരുമെല്ലാം നിത്യേന തയ്യാറാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളത് തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നാൽ ആപ്പിൾ സൈഡർ വിനീഗറും അതുപോലെ മുൾത്താണി മിട്ടിയും എല്ലാം അന്നന്ന് ആവശ്യാനുസരണം ചേർത്ത് വേണം ഉപയോഗിക്കുവാൻ. അത് നേരത്തെ തന്നെ എല്ലാം ചേർത്തൊരു പേസ്റ്റാക്കി വെക്കുന്നത് അത്ര ഒരു നല്ലതല്ല. വളരെ ഫലപ്രദമാണ് ഈ ഹോം റെമഡി നമ്മൾ നിത്യേന ഉപയോഗിക്കുകയാണെങ്കിൽ. എന്നാൽ നിത്യേന എല്ലാം ഇങ്ങനെ തേച്ച് ഒരച്ച് ഓരോ മണിക്കൂർ മെനക്കെട്ട് എത്ര പേർ ഇതെല്ലാം ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ചെയ്യുവാനുള്ള ക്ഷമയും ഇച്ഛാശക്തിയും എല്ലാം ഉണ്ടെങ്കിൽ കൊള്ളാം. ഇനി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇങ്ങനെ ഈ ഹോം റെമഡീസ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ആ ഹോർമോൺ അപാകതകൾ ശരിയാക്കുവാൻ വേണ്ട ബാക്കി കാര്യങ്ങൾ, ഡയറ്റ്, എക്സസൈസ്, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, ആവശ്യമുള്ള മരുന്നുകൾ, ഈ വക കാര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം ചെയ്യണം. എന്നാലേ കാര്യമുള്ളൂ. പിന്നെ വേറൊരു കാര്യവും എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ഇതിന് മുമ്പത്തെ ഈ ഹോം റെമഡിയുടെ വീഡിയോയിലും പറഞ്ഞതാണ്, നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് നമ്മുടെ മുഖത്തിലെ ഈ രോമ വളർച്ച, മുഖക്കുരു, അല്ലെങ്കിൽ നമ്മുടെ തലമുടിയുടെ നീളം, കട്ടി, ബാഹ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടല്ല. മനസ്സിലായില്ലേ? നമ്മളെന്ന വ്യക്തിയുടെ മൂല്യം ഇതൊന്നുമല്ല നിശ്ചയിക്കുന്നത്. അത് കാരണം ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ടുണ്ടെങ്കിലും ആരും ദയവായി മനസ്സ് കൈവിടരുത്, ആരും നിരാശപ്പെടരുത്. അതുപോലെ എനിക്ക് പുരുഷന്മാരോട് പറയുവാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരോടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനോടോ ഈ വക ഓരോ കാര്യങ്ങൾ കാരണം അവർക്ക് മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുവാൻ ശ്രദ്ധിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് എന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മനപ്രയാസം അവർക്കുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മെസ്സേജ് ചെയ്തത് വായിച്ചത് എനിക്ക് ഒരുപാട് വിഷമം വന്നു. ആ കുട്ടി എഴുതിയിരിക്കുന്നത്, എനിക്ക് അമിതമായ രോമ വളർച്ച ഉള്ളത് കാരണം ഭർത്താവ് സ്നേഹത്തോടെ മുഖത്തേക്ക് നോക്കുന്നു പോലുമില്ല, സ്നേഹത്തോടെ പെരുമാറുന്നു പോലുമില്ല, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ജീവിതം മടുത്തു എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ആയാൽ എന്തൊരു കഷ്ടമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുവാൻ നമുക്കെല്ലാവർക്കും ശ്രമിച്ചൂടെ അല്ലേ? ശരി, ഇനി ഞാൻ നിർത്തട്ടെ. ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.